ഇന്ന് വീണ്ടും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസ്റ്റായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പവും വെള്ളയപ്പവും ഒക്കെ. നല്ല പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ബാറ്റർ റെഡി ആയാൽ തന്നെ നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. ഈ ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പവും ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് അളവിന് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ നേരമെങ്കിലും അരി കുതിർത്തി എടുക്കണം. നന്നായിട്ട് കുതിർന്നാൽ മാത്രമാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പച്ചരി എടുക്കാനും ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത കപ്പ് ഏതാണോ ആ കപ്പളവിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കറുത്ത ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കളറ് പതുക്കിയാൽ നല്ല വെള്ള കളറ് കിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിന് 2.5 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെളുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. കുത്തിരി ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വട്ടയപ്പത്തിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. നല്ല വൈറ്റ് കളറ് കിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി ഇത് അരച്ചെടുക്കുന്നത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കാരണം നമുക്കറിയാം നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ നേരം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവും. അപ്പോൾ ആ ചൂടാവുന്നത് ഒഴിവാക്കാനായിട്ടാണ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഞാൻ അരയ്ക്കാനായിട്ട് പറയുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം നമ്മളെടുത്തിരിക്കുന്ന ഗ്ലാസ് അളവിന് 1.5 ഗ്ലാസ്സിൽ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരുവേ. 1.5 ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് നോക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതുപോലെ അപ്പം നിങ്ങൾക്ക് വെറുതെ കഴിക്കാനാണ് വേണ്ടതെങ്കിൽ, അതായത് കറി കൂട്ടി കഴിക്കാനല്ല വെറുതെ കഴിക്കാനാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടാട്ടോ. ഒരു 4-5 സ്പൂണൊക്കെ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി ചേർക്കാം. ഇത് കണ്ടോ, ഒട്ടും തരിയില്ലാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം സാധാ ഈസ്റ്റ് ചേർത്താലും മതി. പുളിച്ച് കിട്ടാനായിട്ട് ഒരു 7-8 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. തലേദിവസം രാത്രിയാണ് നിങ്ങൾ അരച്ച് വെക്കുന്നതെങ്കിൽ സാധാ ഈസ്റ്റ് ചേർത്താൽ മതി. ഇതാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇതിപ്പോൾ ഞാൻ 1 സ്പൂണിനടുത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂറിൽ പുളിച്ച് കിട്ടും ഇത്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് പുളിച്ച് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ പതഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ അപ്പത്തിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് മതി നമുക്കിത് പുളിച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പുളിച്ചിരിപ്പുണ്ട്. ഇത് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വല്ലാതെ അങ്ങ് കുത്തി മാന്തി ഇളക്കരുത് കേട്ടോ. ഒന്ന് പതുക്കെ മാത്രം ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതുപോലെ നമ്മൾ അപ്പം ചുടാനാണേലും വട്ടയപ്പത്തിനാണേലും നമ്മൾ ഈ മാവ് കോരിയെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ പതഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം തന്നെ ഇതുപോലെ കോരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വട്ടയപ്പം വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കട്ടിക്കനുസരിച്ച് എത്ര കട്ടി വേണോ നമ്മുടെ വട്ടയപ്പത്തിന് അതനുസരിച്ച് മാവ് കോരി ഒഴിച്ച ശേഷം അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ആ അപ്പത്തിൻ്റെ കട്ടിക്കനുസരിച്ചിരിക്കും കേട്ടോ. ഏതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ മതി നമുക്കിത് വെന്ത് കിട്ടാൻ. ചൂട് നന്നായിട്ട് ആറിയ ശേഷം വേണം കേട്ടോ ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ട്. ഇതേ ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പമായിട്ടും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി താറാവ് മപ്പാസിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടോളൂ. ഈ വട്ടയപ്പവും താറാവും മപ്പാസും കൂടെ കിഡിലൻ കോമ്പിനേഷനാണ്. അതുപോലെ വേറെയും ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വട്ടയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്